ഓലക്കുട ചോദിച്ചു വാങ്ങിയ ഗുരുവായൂരപ്പന്റെ കഥ നോക്കാം. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു. ദിവസവും മുത്തശ്ശി ക്ഷേത്രത്തിൽ വന്ന് തൊഴുക പതിവായിരുന്നു. ഒരിക്കൽ മുത്തശ്ശി ശീവേലി കാത്ത് ഓലക്കുട താഴെ വെച്ച് അവിടെ ഒരു സ്ഥലത്ത് മാറിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കൊച്ചു ബാലൻ മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, എനിക്ക് ഈ ഓലക്കുട ഒത്തിരി ഇഷ്ടമായി. ഈ ഓലക്കുട എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, ഇത് നിനക്ക് പിടിക്കാൻ പറ്റില്ല, ഇത് വലിയ കുടയാണ്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഉണ്ണി എവിടെയോ മറഞ്ഞു. പിറ്റേന്ന് രാവിലെ മുത്തശ്ശി ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കണ്ണന് അർപ്പിക്കുവാനായി പട്ടും കദളിപ്പഴവും കൊടുത്തു. അതിനുശേഷം അവിടെ മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ വീണ്ടും ആ ഉണ്ണി മുത്തശ്ശിയുടെ അരികിലെത്തി. വീണ്ടും മുത്തശ്ശിയോട് ഓലക്കുട ആവശ്യപ്പെട്ടു. മുത്തശ്ശി പറഞ്ഞു, കുട്ടികൾക്ക് വേണ്ടത് ചെറിയ കുടയാണ്. ഉണ്ണി അമ്മയോട് ചെന്ന് പറയൂ, ഒരു ചെറിയ ഓലക്കുട വാങ്ങിത്തരാൻ. അതും പറഞ്ഞ് മുത്തശ്ശി നോക്കിയപ്പോൾ അതാ വീണ്ടും ഉണ്ണിയെ കാണുവാനില്ല. പിറ്റേന്ന് നല്ല മഴയുള്ള സമയം ഒരു മഞ്ഞ പട്ടുമുണ്ടെടുത്ത് കയ്യിലൊരു കദളിപ്പഴവുമായി ആ ഉണ്ണി വീണ്ടും മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നെത്തി. മുത്തശ്ശിയോട് പറഞ്ഞു, എനിക്ക് പട്ടും പഴവും മാത്രം തന്നാൽ പോരാ, ഓലക്കുട കൂടി തരണമെന്ന് ആവശ്യപ്പെട്ടു. മുത്തശ്ശി ഓർത്തു, ഞാനിത് ഭഗവാന് കൊടുത്ത പട്ടാണല്ലോ, ഇതെങ്ങനെ ഉണ്ണിക്ക് കിട്ടി? ചിലപ്പോൾ പുരോഹിതൻ ഇത് ഉണ്ണിക്ക് കൊടുത്തതാവാം. അങ്ങനെ ഓർത്തു നിൽക്കുമ്പോൾ ശീവേലിക്ക് സമയമായി. ഉണ്ണി വീണ്ടും ഓടിമറഞ്ഞു. ശീവേലിക്ക് ആനയെ എഴുന്നള്ളിച്ചു വരുന്നു. അതാ ആനപ്പുറത്ത് ഉണ്ണി ഇരിക്കുന്നു. ഇത് തൻ്റെ മുന്നിൽ വന്ന് ഓലക്കുടയ്ക്കായി വാശി പിടിച്ച ആ കൊച്ചു ബാലനല്ലേ? മുത്തശ്ശി അത്ഭുതത്തോടെ നോക്കി. ശരിയാണ്, കണ്ണന്റെ ഓലക്കുടയ്ക്ക് കേട് സംഭവിച്ചിട്ടുണ്ട്. ആ ഓലക്കുടയ്ക്ക് ഓട്ടകളുമുണ്ട്. അതിൽ നിന്നും മഴവെള്ളം തെറിച്ച് ഭഗവാന്റെ മേലിലേക്ക് വീഴുന്നുമുണ്ട്. മുത്തശ്ശിക്ക് ഈ കാഴ്ച കണ്ട് ആകെ സങ്കടമായി. തൻ്റെ മുന്നിൽ ഓലക്കുടയ്ക്കായി വാശി പിടിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നുവെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. അങ്ങനെ മുത്തശ്ശി കണ്ണന്റെ നടയ്ക്കൽ ഓലക്കുട സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഓലക്കുടയ്ക്കായി വാശി പിടിച്ച ഗുരുവായൂരപ്പന്റെ ഈ കഥ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും ഭക്തർ നൽകുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഭഗവാൻ എത്രത്തോളം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നതിനെയും സൂചിപ്പിക്കുന്നു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തിയുടെ ആഴവും ഭഗവാന്റെ ലീലാവിലാസവും എത്രയോ വലുതാണ് എന്നാണ്. ഒരു സാധാരണക്കാരിയായ ഭക്തയുടെ നിഷ്കളങ്കമായ ഭക്തിക്ക് മുന്നിൽ സാക്ഷാൽ ഭഗവാൻ പോലും പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ആഗ്രഹങ്ങൾ അറിയിക്കുന്നു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിലപിടിപ്പുള്ള ആഭരണങ്ങളോ വസ്തുക്കളോ അല്ല, ഭക്തന്റെ നിഷ്കളങ്കമായ ആത്മസമർപ്പണമാണ്.